ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ കോന്നി അടവിയിലേക്കാണ് യാത്ര പോകുന്നത്. ഒരു ഈവനിങ് ട്രിപ്പാണ്. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശരിക്കും 1 മണിക്കൂർ യാത്രയാണ് കോന്നിയിൽ നിന്ന് അടവിയിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഞാനും ഹസ്ബൻഡും മോനും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ടായിരുന്നു. ശരിക്കും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഒരു 5:30 വരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള സമയം. 5:30 ആകുമ്പോൾ നമ്മൾ അവരെ ക്ലോസ് ചെയ്യും, നമ്മളെ പുറത്തേക്ക് അവർ വിടും. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ വെയിലൊക്കെ താഴ്ന്ന് നല്ല ഒരു ഈവനിങ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു ടൈമായിരുന്നു. മോനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു യാത്ര. ഞങ്ങളെ ചേട്ടനാണ് റൈഡിന് കൊണ്ടുപോയത്. ആ ചേട്ടൻ പറയുമായിരുന്നു അവിടെയും കൂടി ഫോട്ടോ എടുക്കാൻ. എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു. വൈകുന്നേരം അവിടെ നിന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ചായയൊക്കെ കുടിക്കാം. 600 രൂപയാണ് ഒരു ട്രിപ്പിന് പോകുന്ന ആൾക്ക് 600 രൂപ കേട്ടോ കൊട്ടവഞ്ചി കയറുന്നതിൻ്റെ ഫീസ്. അതായത് 4 പേരും ഫാമിലിയിൽ 4 പേര് ഒരു കുട്ടി എന്നുള്ള കണക്കിലാണ്. ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവർ 3 പേരായിരുന്നു. ഞങ്ങൾ 2 കൊട്ടവഞ്ചിയിലായിട്ടാണ് പോയത്. 2 സൈഡിലുമായിട്ട് നിറയെ കുരങ്ങന്മാരും കിളികളുടെ സൗണ്ടും കാടും, 2 സൈഡിലെ കാടും നല്ല ആസ്വദിച്ചുള്ള യാത്രയായിരുന്നു. നമ്മൾ അടവിയിലേക്ക് ചെല്ലുന്നത് വരെയും കോന്നി കഴിയുമ്പം 2 സൈഡും വനത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ യാത്ര ചെയ്ത് വേണം അവിടെ ചെല്ലാൻ. നിറയെ വെള്ളം, ഇത് നമ്മൾ അധികം വെള്ളം ഇല്ലാത്ത സമയമാണ്. മഴ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം കാണും. ഇപ്പോൾ അധികം വെള്ളമില്ല. നമുക്ക് ജാക്കറ്റൊക്കെ തരും, അതിട്ടാണ് നമ്മൾ കൊട്ടവഞ്ചി കയറുന്നത്. നമുക്ക് കയറുന്നതിന് ഇൻസ്ട്രക്ഷൻസൊക്കെ തരും. എന്തായാലും സെക്യൂറായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. മോന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിങ്ങനെ വെള്ളത്തിലൊക്കെ കൈയിട്ട് ആസ്വദിച്ച് പോകാം. ഞങ്ങൾ ഒരു ഈവനിങ് 6-7 മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്താനും പറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പോകണം, കൊട്ടവഞ്ചി കയറി നോക്കണം. നമുക്കൊരു മൈൻഡൊക്കെ നല്ല സെറ്റാവാൻ നല്ലൊരു യാത്രയാണ്. എൻ്റെ വീഡിയോ കണ്ടില്ല എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യണം.